സിമ്പിളായിട്ടും എന്നാൽ നല്ല എലഗൻ ലുക്കുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ വൈൻ അല്ലെങ്കിൽ ഹെയർ ബ്രൂച്ച് മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഫ്ലവർ ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 4mm സൈസിലെ ബ്ലൂ കളറിലെ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2mm സൈസിലെ ബ്ലൂ കളറിലെയും ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4mm 3mm സൈസ് വരുന്ന വൈറ്റ് ബീഡും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4mm സൈസ് വരുന്ന ക്രിസ്റ്റൽ ബീഡ്സും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഗിയർ വയറാണ്. ആ ഗിയർ വയർ നമ്മൾ 3mm 4mm വരുന്ന സിൽവർ കളറിലെ ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ എന്ന് പറയുന്ന ആ ഒരു ഹെയർ വൈൻ മേക്കിംഗ് വയർ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിനി വീഡിയോയിലൂടെ കാണാം. പിന്നെ 4mm വയർ കയ്യിലില്ലെങ്കിൽ 5mm യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മേക്കിങ്ങിലോട്ട് കിടക്കാം. ഞാൻ 3mm ഗിയർ വയറിൽ നിന്ന് ഒരു 8.5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു 10-15ഓളം പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൽ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മളുടെ ബ്ലൂ കളറിലെ ഫ്ലവർ ബീഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബ്ലൂ കളറിലെ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന പോലെ 3mm സൈസിലെ അല്ലെങ്കിൽ 4mm സൈസിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സൈസിലെ ബീഡാണ് ആ ഒരു ബീഡ് നമുക്കിങ്ങനെ സെൻറ്റർ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് എടുത്തിട്ട് പിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബീഡ് ഇങ്ങനെ ഇളകി കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇളകി കളിക്കേണ്ടത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചെടുക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ വൈറ്റ് കളറിലെ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെറ്റലിൻ്റെ ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ താഴോട്ടെടുത്തിട്ട് നല്ലപോലെ പിരിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബീഡ് ഇളകി കളിക്കാണ്ട് നല്ല സെക്യൂറായിട്ട് അവിടെ അങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇപ്പോൾ ഞാൻ കുറേ അധികം പീസുകൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗി ആ ഒരു ഫ്ലവറിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 3mm ഗിയർ വയറിൽ നിന്ന് ഒരു പീസല്ല, ഒത്തിരിയധികം പീസ് വേണം. ഒരു പീസ് ചെയ്യുന്ന മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു വൈറ്റ് കളറിലെ ബീഡ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 4mm സൈസിലെ വൈറ്റ് കളറിലെ ബീഡായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് 4mm സൈസ് വരുന്ന ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത്തിരി കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാട്ടോ ഞാൻ വൈറ്റ് കളറിലെ ബീഡ് അവോയ്ഡ് ചെയ്തത്. എന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് 5-6 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന പോലെ നമ്മളുടെ 2mm സൈസുള്ള ബ്ലൂ ബീഡ് അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്നും ചെറുത്, അതായത് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്ന ക്രിസ്റ്റൽ ബീഡിൽ നിന്നും കുറച്ച് താഴത്താക്കി വരുന്ന രീതിയിൽ നമ്മൾ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ സെൻറ്റർ ഭാഗം കൂട്ടി രണ്ടും കൂടി പിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം കൊടുത്ത ബ്ലൂ ബീഡിൽ നിന്നും കുറച്ചുകൂടി താഴത്തോട്ട് വരുന്ന പോലെ നമ്മളുടെ 4mm സൈസിലുള്ള ബീഡ്, ബ്ലൂ കളറിലെ ബീഡ് കൂടി പിരിച്ചു കൊടുക്കുക. അതും നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന പോലെ തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഒരു മെത്തേഡിലും നമ്മൾ കുറേ അധികം പീസുകൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് ചെയ്യുന്നത് കാണിച്ച് പോകുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ കാണിച്ച് പോകാത്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. നമ്മളിനി അങ്ങനെ കുറേ അധികം പീസുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം പീസ് വേണം ചെയ്ത് വരും. നിങ്ങളുടെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാനും ഇത് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാട്ടോ എനിക്ക് കറക്റ്റ് അളവൊന്നും പറഞ്ഞു തരാൻ പറ്റാത്തത്, മീൻസ് എത്ര എണ്ണം വേണം എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റാത്തത് കേട്ടോ. ഇനി ഞാൻ 4mm ഗിയർ വയറിൽ നിന്ന് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ, അതായത് ഒരു 2.5 മീറ്ററോളം ഞാൻ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് സിലിണ്ടറിക് ഷേപ്പുള്ള എന്തെങ്കിലും ഒരു പേനോ പെൻസിലോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു 15 പ്രാവശ്യം ഇങ്ങനെ സെൻറ്റർ ഭാഗത്തിട്ട് പേന ഒന്ന് കറക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ലൂപ്പ് അവിടെ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അത്യാവശ്യം ഒരു 1.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന പോലെ പിടിച്ച് നമ്മളിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക 2 സൈഡിലോട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം അത്യാവശ്യം ഒരു 20 പ്രാവശ്യമോ അല്ലെങ്കിൽ 15 പ്രാവശ്യം ഒരു അത്യാവശ്യം ലെങ്ത്തിൽ, നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത്, നല്ല തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറച്ച് ചെയ്യാം, തിക്നെസ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടിയും ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 3 ഫ്ലവർ ബീഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിനി ഈ 4mm ഗിയർ വയറിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ഫ്ലവർ ബീഡ് എടുത്തിട്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ നമ്മൾ ആ ഗിയർ വയറിൻ്റെ ബാലൻസ് നിൽക്കുന്ന പീസ് വെച്ചിങ്ങനെ
ചുറ്റി കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നിൽക്കുന്ന പോലെ ബാക്കി 2 ഫ്ലവർ ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുത്തതിനപ്പോൾ ഇങ്ങനെ ചുറ്റിയ ബീഡ്സ് ആ ഒരു വയർ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മറയ്ക്കാനായിട്ട് ഞാൻ ഒരു വൈറ്റ് കളറിലെയും ബ്ലൂ കളറിലെയും ബീഡിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഗിയർ വയർ വെച്ച് തന്നെ ഒന്ന് ചുറ്റി നല്ലപോലെ സെക്യൂർ ചെയ്താണ് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗിയർ വയർ വെച്ച് ചുറ്റി നല്ല തിക്നെസ്സിൽ നിൽക്കുന്ന ആ ഒരു ഭാഗം മറയ്ക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം വൈറ്റ് ബീഡ് ഇട്ട് ചെയ്ത ആ ഒരു മെത്തേഡിൽ അതുപോലെ തന്നെ ബ്ലൂ ബീഡ് ഇട്ടും ഞാനിവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ വരുന്ന പോലെ സെൻറ്റർ ഭാഗം നമ്മളൊരു ആദ്യം ആ വൈറ്റ് ബീഡ് ഇട്ടും ബ്ലൂ ബീഡ് ഇട്ടും മറിച്ചതിന് ശേഷം ഒരു കുറച്ച് പ്രാവശ്യം പിരിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബ്ലൂ ബീഡിട്ട് പിരിച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം ഒന്നുകൂടി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പിരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ പിരിക്കൽ കുറയ്ക്കാം. തിക്നെസ് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നടുക്കത്തെ പിരിക്കൽ എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ചെയ്ത ആ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ രണ്ടാമത് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു ബ്രാഞ്ചിൽ വൈറ്റ് ബീഡ് ക്രിസ്റ്റൽ ബീഡൊക്കെ ഇട്ട് വെച്ച ആ ഒരു ബ്രാഞ്ച് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും വരുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ആ പിരിക്കൽ മറയ്ക്കാൻ ചെയ്ത പോലെ തന്നെ വൈറ്റ് ബീഡും ബ്ലൂ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ പിരിക്കൽ മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. ആദ്യം നമ്മൾ 2 സെക്ഷൻ ചെയ്യുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ ബ്രാഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വീഡിയോ മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് പോവാണ്. അതായത് 2 പ്രാവശ്യം നമ്മൾ ഫ്ലവർ ബീഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റ് ബീഡും ബ്ലൂ ബീഡും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വലിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തില്ലേ, ആ ഒരു ബ്രാഞ്ച് നമ്മൾ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ബ്ലൂ ബീഡാണെങ്കിൽ അടുത്ത സെക്ഷൻ കഴിയുമ്പോൾ വൈറ്റ് ബീഡ്, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ തുടങ്ങി അതുപോലെ തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ 3 ബീഡ് അവസാനം വരുന്ന പോലെ, ഫ്ലവർ ബീഡ് അവസാനം വരുന്ന പോലെ ചെയ്തിട്ട് പിന്നെ അപ്പുറവും ഇപ്പുറവും വൈറ്റ് ബീഡ് ബ്രാഞ്ച് വരുന്ന പോലെയാണ് അവസാനം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻഡിങ്ങിൽ ചെയ്തപ്പോൾ നടുഭാഗം പിരിച്ചു കൊടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഫ്ലവർ ബീഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നടുഭാഗം ഒന്ന് ജസ്റ്റ് പിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതുപോലത്തെ വൈറ്റ് ബീഡ് അപ്പുറവും ഇപ്പുറവും വരുന്ന പോലെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബാലൻസ് വരുന്ന ഗിയർ വരെ നല്ലപോലെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലൂപ്പിട്ട് കൊടുത്ത പോലെ തന്നെ എൻഡിങ് ഭാഗത്തും നമ്മൾ പേന യൂസ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൂപ്പ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൂപ്പിൽ കൂടെയാണ് നമ്മൾ ഹെയർ പിന്നൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഹെയറിൽ സെറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ ഓർഗൻസ റിബൺ 2 എൻഡിങ്ങിലും കെട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.